ചുരുങ്ങിയതൊരു 50 ആളെ വെച്ചിട്ടുള്ള നോമ്പ് തുറ നടത്താൻ പറ്റും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. കുടിച്ചെന്ന് നോക്കാം. ആദ്യം ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങ ജ്യൂസ് കുടിച്ചു, അതിൻ്റെ കൂടെ കോള കുടിച്ചു, കോളയുടെ കൂടെ പാല് കുടിച്ചു, അതിൻ്റെ പുറമെ മുന്തിരി ജ്യൂസ് കുടിച്ചു. മുന്തിരി ജ്യൂസ് ചൂടായതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഊതി കുടിച്ചു. ഗ്ലാസ് ഒഴിച്ചിട്ട് ഡാൽഗണ കോഫി സാധാ കോഫിയായിട്ട് ആറിപ്പോയത് കുടിച്ചു. പിന്നെ അപ്പി ഫിസ് ഒരു വായിക്കുള്ളതേ ഉള്ളൂ, എന്നാലും അതും വാങ്ങിച്ചു കുടിച്ചു. അത്രയും കുടിച്ചോളൂ. പിന്നെ 1 മണിക്കൂറിന് ശേഷം സോഡ സർബത്ത് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സോഡ എടുത്ത് കുടിച്ചു. നാരങ്ങ ഇല്ലായിരുന്നു, പിന്നെ നാരങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സോഡ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇത് ചായയല്ല, ഞാൻ ബൂസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയ ഷാർജ ഷേക്കാണ്, അത് കുടിച്ചു. ഉമ്മാക്കൊക്കെ ബൂസ്റ്റ് ഇല്ലാത്തയായിരുന്നു ഉണ്ടാക്കിയത്, അത് അവർക്ക് ഇഷ്ടപ്പെടാനോണ്ട് പിന്നെ അതുകൂടെ ഞാൻ കുടിച്ചു. അത് ഒതുക്കിയിട്ട് മുഹമ്മദ് ഖാ സർബത്തും മൂസമ്പി ജ്യൂസും കുടിച്ചു. ടൈപ്പായിരുന്നു, ഉടായ്പിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു, സാധനം കുറച്ചേ ചേർത്തോളൂ, എന്തായാലും അതും കുടിച്ചു. പിന്നെ ഒരു പൊടിക്കും കൂടെ ജാറിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ 1 ഗ്ലാസ് ഒഴിച്ചു കുടിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല, ഒന്നും വേണ്ടായിരുന്നു. ഒരു 9:15 ആയപ്പോഴത്തേക്ക് ഒരു ബൗളിൽ പിന്നെ തണ്ണിമത്തങ്ങ എടുത്ത് കുടിച്ചായിരുന്നു. പിന്നെ ക്ഷീണത്തിന് കരിക്കും ജ്യൂസ് നല്ലതായതുകൊണ്ട് വൈകിട്ട് വാങ്ങിച്ചു വെപ്പിച്ചിരുന്ന കരിക്കും കൂടെ ജ്യൂസ് അടിച്ചു കുടിച്ചു. പിന്നെ എനിക്കൊന്നും വേണ്ടായിരുന്നു, തേങ്ങാപ്പൂള് 2-3 എണ്ണം ഇരുന്നതും കൂടെ തിന്നിട്ട് നിർത്തി. 10 മണിയായപ്പോഴത്തേക്ക് നോയമ്പായതുകൊണ്ട് ജ്യൂസും പഴവർഗ്ഗങ്ങളും ഒക്കെ തിന്ന് വായിക്കൊരു രസമില്ലാത്ത. ഈ വീഡിയോന്റെ സത്യാവസ്ഥ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് പറഞ്ഞുതരുന്നുണ്ട്. എന്റെയൊക്കെ കാര്യം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളവും 2 പീസ് ഈത്തപ്പഴവും കഴിച്ചാല് നമുക്ക് പിന്നെ ഒന്നും വേണ്ട. പിന്നെ മുന്നിലിരിക്കണ എന്തെങ്കിലും എന്നെ കൊത്തി പെറുക്കി തിന്നാൽ തന്നെ തറാവീനൊക്കെ പോകുമ്പോ ആകെ ഞെലിവിരി കൊണ്ടിട്ടേ കാര്യം നമ്മള് പോകും. മാഷാ അല്ലാ, മാഷാ അല്ലാ, ഞമ്മക്കോ കഴിക്കാൻ പറ്റണില്ല. കഴിക്കാൻ പറ്റണവരെങ്കിലും കഴിക്കട്ടെ.